എന്ത് ബുദ്ധിമുട്ട്? അന്യരുടെ അടുത്തൊന്നും അല്ലല്ലോ. ഗോമതി ആന്റി നമ്മളെപ്പോലെ തന്നെ സുഭദ്ര ആന്റിയെ നോക്കും. എന്നാലും അത് നമ്മുടെ വീട് പോലെ ആവില്ലല്ലോ അഭിചേച്ചി. എന്റെ മീരെ, നീ നിന്റെ ബന്ധുക്കളെ പോലെ ഞങ്ങളുടെ ബന്ധുക്കളെ കാണണ്ട. നിന്റെ ബന്ധുക്കള് പരസ്പര സ്നേഹമില്ലാത്തവരായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആൾക്കാർ അങ്ങനെയല്ല. എല്ലാവരും തമ്മില് പരസ്പരം നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ട്. അഭി, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ എന്താ ആവശ്യമില്ലാത്തത് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ അമ്മേ? ഇവളുടെ ബന്ധുക്കൾ തമ്മിലുള്ള വഴക്ക് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? ചേച്ചി, ഞാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞല്ല. സുഭദ്രാന്റിയുടെ സൗകര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. രാവിലെ ആന്റിക്ക് പൂജയും മറ്റും ഉള്ളതല്ലേ. മീരയുടെ ഇതേ ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആ കാര്യം സുഭദ്രേച്ചിയോടും ഗോമതി ചേച്ചിയോടും ചോദിക്കുകയും ചെയ്തു. ഗോമതി ചേച്ചിക്ക് ഈ ഒരവസ്ഥയിൽ സുഭദ്രേച്ചിയെ ഇങ്ങോട്ട് വിടാൻ സമ്മതവുമല്ല. ഞാൻ ഇനിയും നിർബന്ധിച്ച ഗോമതി ചേച്ചിക്ക് അത് പിണക്കോ ആവും. അതുകൊണ്ടും കൂടിയാ ഞാൻ സമ്മതിച്ചത്. പിന്നെ സുഭദ്രേച്ചിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടെന്നാ തോന്നുന്നത്. സുഭദ്രാന്റിയുടെ കാര്യം നമുക്കറിയാലോ അമ്മേ. ആന്റിക്ക് സ്വന്തമായ ഒരു അഭിപ്രായമുണ്ട്. അതനുസരിച്ച് മാത്രമേ ആന്റി എന്തും ചെയ്യൂ. അങ്ങനെ ഒരാള് കുറച്ചു ദിവസം ഒരു സ്ഥലത്ത് നിൽക്കണമെന്ന് പറയുമ്പോ അതിനെ എതിർത്തിട്ട് ഇവിടെ വരണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആന്റിയുടെ ആരോഗ്യം നോക്കാൻ അവിടെ ആളുകളുണ്ടല്ലോ. പിന്നെ മീര ഇപ്പൊ ആന്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അഭി, മീര പറഞ്ഞതിനെ നീ ഇങ്ങനെയൊക്കെ കാണണോ? അവള് ചേച്ചിയോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് പറഞ്ഞല്ലേ? അങ്ങനെ തോന്നുന്നത് അമ്മയ്ക്കിപ്പോഴും മീരയെ നന്നായി മനസ്സിലാകാത്തതുകൊണ്ടാ. നീ എന്താ ഈ പറയുന്നത്? എന്റെ അമ്മേ, ഇവൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ ഇവളുടേതായ എന്തെങ്കിലും ലാഭം ഉണ്ടാവും. സുഭദ്രാന്റിയെ ഇവളൊരു ആയുധമായിട്ടാണ് കാണുന്നത്. ഇവള് പറയുന്ന എന്തിനും സപ്പോർട്ട് ചെയ്ത് ഇവൾക്ക് വേണ്ടി വാദിക്കാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരാൾ. അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ ചേച്ചി പറയുന്നത്. എനിക്ക് വേണ്ടി എന്തെങ്കിലും പറയണമെന്നോ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഞാൻ ഇന്ന് വരെ ആന്റിയോട് പറഞ്ഞിട്ടില്ല. അത് നിന്റെ ബുദ്ധി. നേരിട്ട് പറയാതെ ആ പാവത്തിനെ ഓരോന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിച്ചും വരുതിയിലാക്കി. അമ്മ എന്തോന്നും പറയാത്തത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പ്രാവശ്യം മീരയ്ക്ക് വേണ്ടി ആന്റി അമ്മയോട് പോലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പക്ഷേയില്ല. ഞാൻ പറഞ്ഞതാ ശരി. പറയുന്നത് സത്യമാണെന്ന് പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ടാ ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഞാൻ അഭിചേച്ചിയോട് തർക്കിക്കാനില്ല. ചേച്ചിയുടെ മനസ്സിൽ എന്നോട് എന്തോ ഒരു പിണക്കമുണ്ട്. അതുകൊണ്ടാ ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചി കുറ്റം മാത്രം കാണുന്നത്. എന്റെ മീരെ, നിന്റെ ഈ അഭിനയവും പാവം കളിയൊന്നും എന്റെ മുന്നിൽ വേണ്ട. സുഭദ്രാന്റെ അമ്മയെ പറ്റിക്കാം, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. മോള് വിഷമിക്കണ്ട. അവയുടെ സ്വഭാവം അറിയാവുന്നല്ലേ. അവള് പറയുന്ന ഒന്നും കാര്യാക്കണ്ട. ആനിത് എവിടെയായിരുന്നു? സുഭദ്രാന്റി വിളിച്ചിരുന്നു. ഞാൻ വെറുതെ ആന്റിയോട് സംസാരിക്കായിരുന്നു. ആന്റിക്ക് കാല് വയ്യാതിരിക്കുക. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരൂ. നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാ. ഓ, വയ്യാതിരിക്കുകയാണെങ്കിൽ ആന്റി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യായിരുന്നല്ലോ. എന്തിനാ വല്ല വീട്ടിലൊക്കെ നിൽക്കുന്നത്? ആന്റിക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കുമോ? അതിന് ആന്റി നിൽക്കുന്നത് അന്യരുടെ വീട്ടിലൊന്നും അല്ല. പിന്നെ ആന്റി ഇങ്ങോട്ട് വരുന്നതിലും നല്ലത് അവിടെയൊക്കെ നിൽക്കുന്നത് തന്നെയാ. അതെന്താ? ഇങ്ങോട്ട് വന്ന ആ മീരെ പുഴ്ത്തിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് കേട്ട എന്റെ BP ഓടും. വെറുതെ എന്തിനാ? അവിടെ എങ്ങാനും നിക്കട്ടെ. നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് മീരെ പുഴ്ത്തുന്ന അസുഖം ഉണ്ടല്ലോ. അത് നിർത്തിക്കാൻ എനിക്കറിയാം. ഇത്രയൊക്കെ പുകഴ്ത്താൻ മാത്രം അവൾക്ക് എന്താ പ്രത്യേകതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോന്നും പറയാത്തത്? ഏയ്, ഒന്നുമില്ല. ആദർശ് അവളെ പുതിയ പ്രോജക്റ്റ് നോക്കാൻ ഏൽപ്പിച്ച കാര്യം അറിഞ്ഞോ? ആ, അറിഞ്ഞു. അതിനിപ്പോ എന്താ? മീരയ്ക്ക് നോക്കാനുള്ള കഴിവുണ്ടല്ലോ. ആദർശ് ജയിലിലായിരുന്ന സമയത്ത്
മീരയല്ലേ കമ്പനി തനിയെ നോക്കിയത്? മീരയല്ല, ഞാനാണ് അപ്പോ കമ്പനി നോക്കിയത്. അതെന്താ നിങ്ങൾ പറയാത്തത്? ആ അതെ, താനും നോക്കി. അവളെ പുകഴ്ത്തുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടോ? അത് ഞാൻ പുകഴ്ത്തിയതല്ലോ, ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. അതിപ്പോ അങ്ങനെ പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല, മനസ്സിലായോ? അവൾ ഒറ്റയ്ക്ക് ഇപ്പൊ പ്രോജക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വേണം ആലോചിക്കാൻ. അല്ലാതെ അവൾ അത് നന്നായി ചെയ്യട്ടെ എന്നല്ല പറയേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഒരു പ്രോജക്റ്റ് ഒറ്റയ്ക്ക് നോക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഓ, അത് പറയണ്ടാന്ന്. ഓ, പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എടോ, ഇനി താൻ അങ്ങനെ പറയരുത്. താൻ പറയുന്ന എന്ത് കാര്യം ഞാൻ ചെയ്തു തരാതിരുന്നിട്ടുള്ളത്? ആവശ്യമില്ലാതെ താൻ ഇങ്ങനെ ആക്ഷേപിച്ച എനിക്ക് എപ്പോഴും അങ്ങ് ക്ഷമിച്ചു തരാൻ പറ്റില്ല. അതിന് നിങ്ങളുടെ ക്ഷമ കളയാൻ വേണ്ടി ഞാൻ എന്ത് പറഞ്ഞിട്ടാ? ഒന്നും പറഞ്ഞില്ലേ? അത് കള. മീര നോക്കുന്ന പ്രോജക്റ്റ് തകർക്കണം. അതിന് വിഘ്നേശ്വരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറ. നിങ്ങൾ അവളെ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ശരി, താൻ അതിൽ എന്ത് ചെയ്യാൻ പോവാ? ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. അതിനൊക്കെ പറ്റിയ ആള് മഹാദേവൻ അങ്കിളാ. അങ്കിളിനോട് പറഞ്ഞ അങ്കിള് വേണ്ടത് ചെയ്തോളൂ. എങ്ങനെയെങ്കിലും ആ പ്രോജക്റ്റ് അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അബി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കണ്ട. അങ്കിൾ ഒരിക്കൽ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് ജയിലിലായത്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നതേ ജാമ്യത്തില് മാത്രമാ. ഈ സമയത്തെ ഒരു കേസും കൂടി കിട്ടിയ ജാമ്യം പോലും കിട്ടില്ല. അതിന് വലിയ ക്രിമിനൽ പരിപാടി ചെയ്ത് പ്രോജക്റ്റ് നിർത്തിക്കാനല്ല നോക്കുന്നത്. വളരെ ചീപ്പായ എന്തെങ്കിലും ലോക്കൽ തരികിട പരിപാടിയെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ഇതൊന്നും നല്ലതിനല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ പിന്നെ തന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അങ്ങനെ ചെയ്യ്. അത് ഞാൻ ചെയ്തോളാം. അബി, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആ മീരയ്ക്ക് നല്ല ഈശ്വര അനുഗ്രഹമുണ്ട്. അവക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം അത് എങ്ങനെയെങ്കിലും ഒക്കെ മാറിപ്പോവും. അത് തനിക്ക് പല പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് മീരയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് നോക്കിയും കണ്ടുമൊക്കെ വേണം. അല്ലെങ്കിലേ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലാവും. എല്ലാം ബൂമറാങ്ങായിട്ട് തിരിച്ചു വരും. അതൊക്കെ ഞാൻ നോക്കിയും കണ്ടുവേ ചെയ്യുള്ളൂ. നിങ്ങളിതൊക്കെ പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ മീരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാ എന്റെ സംശയം. ഞാൻ ഒന്നും പറയുന്നില്ല. താൻ എന്തേലും ചെയ്യ്. എന്ത് പറഞ്ഞാലും കുറ്റം പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കും? ഇക്കാര്യത്തിൽ ഇനിയൊന്നും പറയണ്ട. ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാം. എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യ്. അല്ല പിന്നെ ആ മീരയുടെ പേര് പറഞ്ഞാൽ തന്നെ കുടുംബ സമാധാനം പോവും. എന്തൊരു നാശം അവള്. വിശാല് പോവാൻ റെഡിയാവുക. ഒരു കണക്കിന് അവനിവിടെ നിൽക്കാത്ത തന്നെ നല്ലത്. നീ എന്താ തന്നെ ഇങ്ങനെ പറയുന്നേ? ധന്യ പറഞ്ഞിട്ടല്ലേ ഞാൻ വിശാലിനെ വിളിച്ചു വരുത്തിയത്? അതൊക്കെ ശരിയാ. പക്ഷേ അവനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ അവൻ നമുക്കൊപ്പം നിന്ന് വിദ്യ പറഞ്ഞ് മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ സംഭവിച്ചത് എതിരല്ലേ? അത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, വിശാല് വിദ്യക്കൊപ്പം നിൽക്കുന്നു. എനിക്കത് ഉറപ്പായിരുന്നു. അല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ മനോജന്റെ സപ്പോർട്ടുണ്ടോ? ഇനി അത് പറഞ്ഞോ? എന്റെ ധന്യ ഇപ്പോഴത്തെ ജനറേഷൻ തന്നെയോ എന്നെയോ പോലെയൊന്നും അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ഉണ്ട്. ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുന്നതോ അവരൊപ്പം ജീവിക്കുന്നതോ ഒന്നും അവർക്ക് തെറ്റല്ല. അവരെ എതിർക്കുകയും നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒക്കെയാ അവരുടെ കാഴ്ചപ്പാടിൽ തെറ്റാവുന്നത്. അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും എന്റെ മക്കളുടെ കാര്യത്തില് ഞാനൊരു പാഞ്ചൻ തന്നെയാ. അതിലെനിക്ക് യാതൊരു അഭിമാനക്കുറവും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിശാലിനോട് സംസാരിച്ചതിൽ പിന്നെ അവന് ചെറിയ മാറ്റമുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും എന്നെ എതിർത്ത് ഇവിടെ നിൽക്കാതെ പോവാന്ന് കരുതിയത്. അതൊന്നും എനിക്കറിയില്ല. താൻ പറയുന്ന പോലെ തന്റെ സങ്കടങ്ങൾ കേട്ട് അവന്റെ മനസ്സലിഞ്ഞു പോകുന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മക്കള് തന്നോളോ അയാൾ താനെന്ന് വിളിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഭരിക്കാൻ ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് കരുതി മക്കള് തെറ്റായ തീരുമാനം എടുക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല മനോജേട്ടാ. സൂരജിന്റെ കാര്യത്തില് ഞാൻ എടുത്ത തീരുമാനത്തില് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ശരി ശരി,
ദേഹം വരുന്നു. വിശാലോ വിദ്യ കേട്ടാല് അത് വഴക്കാവും. വേണ്ട. പോകാൻ നേരത്ത് വഴക്കുണ്ടാക്കി പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഇറങ്ങും അമ്മേ. ഉം. അമ്മയുടെ മുഖത്ത് ഇപ്പോഴും എന്നോടുള്ള പിണക്കമുണ്ടല്ലോ. എനിക്കാരോടും ഒരു പിണക്കവും ഇല്ല. അല്ലെങ്കിൽ തന്നെ പിണങ്ങിയിരുന്നിട്ട് എന്തിന്? എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയും ഇല്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും ശ്രദ്ധിക്കാറ് കൂടിയില്ല. ധന്യ വേണ്ട, നിർത്ത്. അമ്മ പറഞ്ഞോട്ടെ അച്ഛാ. എനിക്ക് അമ്മയും അച്ഛനും വിദ്യയും ഒരുപോലെ തന്നെയാ. അമ്മയുടെ ഫീലിങ്സിന് വില കൊടുക്കുന്നത് പോലെ എനിക്കെന്റെ പെങ്ങളുടെ കാര്യം നോക്കണ്ടേ? പെങ്ങളോട് ശരിക്ക് സ്നേഹമുള്ള ആങ്ങളെയാണെങ്കിലേ അവളുടെ തെറ്റുകൾ പറഞ്ഞ് തിരുത്തുക വേണ്ടത്. അല്ലാതെ എല്ലാത്തിനും കൂട്ടു നിൽക്കുകയല്ല വേണ്ടത്. ഞാനതിന് എന്ത് തെറ്റാമ്മ ചെയ്ത്? ഒരാളെ സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? സ്നേഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ സ്നേഹിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്നത് തെറ്റിപ്പോയാ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും. അത് മറക്കണ്ട. ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് ഏറ്റവും മികച്ചത് തന്നെയാണെന്നാ എന്റെ വിശ്വാസം. മോളെ നിർത്ത്. ഇങ്ങനെ തർക്കിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. അതെ, ഇത് നിന്റെ ജീവിതമാണ്. ഇവിടെ നിനക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. കേട്ടു മനുചേട്ടാ, അവൻ പറയുന്ന കേട്ടില്ലേ? വിശാൽ അവന്റെ അഭിപ്രായം പറഞ്ഞതല്ലേ, അതിന് നീ എന്തിനാ എത്ര ടെൻഷൻ ആവുന്നത്? അമ്മ ആഗ്രഹിക്കുന്നതിനെതിരായി ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള ചിന്ത ശരിയല്ല അമ്മേ. ആ ചിന്ത അമ്മയെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തും. ഇപ്പൊ പിന്നെ എല്ലാരും എനിക്കൊപ്പമല്ലേ? ഞാനും വിദ്യയും എന്നും അമ്മയ്ക്കൊപ്പം തന്നെയാ. അമ്മ അത് മനസ്സിലാക്കാത്തത്. മതി. ഈ സമയത്ത് ഇനി ഇങ്ങനെ ഒരു സംസാരം വേണ്ട. ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടാല് അവസാനം നിന്റെ അമ്മയുടെ വിഷമം ഞാൻ തന്നെ കാണണം. ഈ പ്രശ്നങ്ങളെല്ലാം അമ്മയുടെ മനസ്സ് മാറിയാൽ തീരാവുന്നതേ ഉള്ളൂ അച്ഛാ. അങ്ങനെ എന്റെ മനസ്സ് മാറുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എന്തായാലും ഞാൻ ഇറങ്ങുക. നീ വിഷമിക്കണ്ട. ഞാൻ സൂരജിനെ കണ്ട് സംസാരിക്കാൻ ശ്രമിക്കാം. ആ റൂട്ട് പോകുമ്പോൾ ഞാൻ വിളിക്കാം. ശരി ഏട്ടാ. നിങ്ങളിത് കേട്ടോ മനുചേട്ടാ? ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും അവൻ പറയുന്ന കേട്ടോ. എനിക്ക് വേണ്ടി സംസാരിച്ച് ഏട്ടൻ അമ്മയുടെ ശത്രു ആകണ്ട. ഇറങ്ങാൻ നോക്ക്. പോയിട്ട് വരാമേ. അച്ഛാ, ഞാൻ ഇറങ്ങുക. ശരിയടാ, ചെല്ല്. ഹലോ മുത്തശ്ശ. ആ മോളെ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല മുത്തശ്ശ, അങ്ങനെ പോകുന്നു. മുത്തശ്ശനെന്താ പതിവില്ലാതെ ഈ സമയത്ത് വിളിച്ചേ? അത് മോളെ, സൂരജിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനാണെങ്കിൽ എന്നെ വിളിക്കുന്നുമില്ല. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് റേഞ്ച് ഉള്ളിടത്തോ ഫോൺ ഉള്ളിടത്തോ ആരെയൊക്കെ വിളിക്കാനുണ്ടാവും. ഏറ്റവും ആദ്യം അവൻ മോളെയല്ലേ വിളിക്കൂ. എന്നെ വിളിക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് വന്നു എന്നൊക്കെ പറയും. പക്ഷേ എന്നെ ഇങ്ങനെ വിളിക്കാറൊന്നുമില്ല. ഇപ്പൊ തന്നെ എത്ര ദിവസമായി നോന്ന് മിണ്ടിട്ട്. സൂരജ് ജോലിക്ക് പോയത് നല്ല കാര്യമൊക്കെ തന്നെയാ. എന്തായാലും ജീവിക്കാൻ നല്ലൊരു ജോലിയൊക്കെ വേണം. അതിന് നമ്മൾ കഷ്ടപ്പെടാതെ ഒരിക്കലും ഒന്നും നേടിയെടുക്കാനും പറ്റില്ല. എന്നാലും ഫോൺ വിളിച്ചാലെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നേനെ. അത് ഞാനും പറഞ്ഞതാ മുത്തശ്ശ. അപ്പോ 1 മാസത്തിനകം സൈറ്റിൽ ഫോണൊക്കെ ആകൂന്നാ പറഞ്ഞത്. ആയാ മതി. സൂരജ് ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇടയ്ക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരാളുണ്ടായിരുന്നു. ഇടയ്ക്ക് വിളിച്ച് മുത്തശ്ശൻ എവിടെയുണ്ടെന്ന് ചോദിക്കും. ഞാൻ എവിടാണെന്ന് പറയുമ്പോ അവിടെ നിന്നോ, ഞാൻ ദാ അവിടേക്ക് വരുവാന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരും. അവൻ പോയതോടെ അതൊക്കെ എനിക്ക് നഷ്ടമായി മോളെ. എന്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാ. സൂരജിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ലതിന് വേണ്ടിയാണല്ലോ എന്നും ജോലിയൊക്കെ ഒന്ന് സെറ്റാകാൻ ഇങ്ങനെ പല കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വരുമെന്നും അറിയാവുന്നത് കൊണ്ടാ ഞാനൊന്നും പറയാത്തത്. എല്ലാം ശരിയാവും മോളെ. സൈറ്റിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന ബാംഗ്ലൂർ സിറ്റിയിലെ സൈറ്റിലേക്ക് മാറ്റുമെന്ന് ആദർശ് പറഞ്ഞിട്ടുണ്ടെന്നാ അറിഞ്ഞത്. അങ്ങനെ മാറിയാ ഫോണിൽ റേഞ്ച് എങ്കിലും കിട്ടിയേനെ. അതെ. പിന്നെ വിശാലേട്ടൻ കർണാടകയിൽ ചെല്ലുമ്പോ സൂരജിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. വിശാലേട്ടൻ ഫോണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാതിരിക്കില്ല. കാട്ടിനുള്ളിൽ സിഗ്നൽ കിട്ടാത്തതിനെ വിശാലി എന്നിട്ട് എന്ത് ചെയ്യാനാ മോളെ? അതൊക്കെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. അവരൊക്കെ എല്ലായിടത്തും കറങ്ങി നടക്കുന്നതല്ലേ. ഇവിടെ എങ്ങനെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേഷൻ വഴി കണ്ടെത്താന്ന് അവർക്കറിയാലോ. ശരി, ആയിക്കോട്ടെ. വിശാൽ അവിടെ ചെന്നിട്ട് വിളിക്കുമല്ലോ, അപ്പൊ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അതെ മുത്തശ്ശ. ആ എന്നാ ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. ആ സൂരജെങ്ങാനും വിളിച്ചാലേ ഞാൻ അന്വേഷിച്ചൊന്ന് പറയണം. സമയം ഉണ്ടെങ്കിൽ മുത്തശ്ശനെ ഒന്ന് വിളിക്കാനും പറയണം. ശരി മുത്തശ്ശ, ഞാൻ പറയാം. ഓക്കെ മോളെ. എന്റെ മീരമോളെ, ഇതൊക്കെ ചോദിക്കാനായിട്ട് ഇതുവരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്നു? അങ്ങനെയല്ല മാവ, ഞാനിതുവരെ ഒരു പ്രോജക്റ്റ് ഒറ്റയ്ക്കൊന്നും നോക്കിയിട്ടില്ല എന്ന് അവനറിയാലോ. അതിനെന്താ മോളെ, മോള് കഴിവും ഭഗവാന്റെ അനുഗ്രഹവും ഉള്ള കുട്ടിയാ. അതുകൊണ്ടല്ലേ പഠിച്ചിറങ്ങിയിട്ട് ഒരു ദിവസം പോലും ജോലി അന്വേഷിച്ച് അലഞ്ഞു നടക്കാതെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല കമ്പനിയിൽ തന്നെ മോക്ക് ജോലി കിട്ടിയത്. അത് മാത്രമല്ല, ആ കമ്പനി ഇപ്പം മോളുടെ സ്വന്തമാണ്. ഇതൊക്കെ സാധാരണ ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. അതൊക്കെ ഈശ്വരാനുഗ്രഹം മാത്രം അമ്മാവ. ആ അനുഗ്രഹം മോക്ക് എന്നും ഉണ്ടാവും. ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ ഭഗവാൻ നമുക്ക് അവസരങ്ങൾ തരും. ഒരു മടിയും കൂടാതെ അതൊക്കെ ഏറ്റെടുത്താലേ വിജയങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റൂ. അതിനുള്ള മനസ്സ് മോൾക്കുണ്ട്. അതുകൊണ്ടാ ഇതുവരെ ഒറ്റയ്ക്ക് പ്രോജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് ഏറ്റെടുക്കാൻ മോള് തയ്യാറായത്. അതുകൊണ്ട് മാത്രമല്ല അമ്മാവ, ആദർശേട്ടന് എല്ലാം കൂടി നോക്കാൻ സമയം കിട്ടില്ല. കേരളത്തിന് പുറത്തുള്ള നമ്മുടെ പ്രോജക്റ്റുകളിൽ കുറച്ച് പ്രശ്നങ്ങളാണ്. പിന്നെ ഇവിടുത്തെ പ്രോജക്റ്റ് ആണെങ്കിലും തീരെ റേറ്റ് കുറച്ചാ പിടിച്ചത്. അതുകൊണ്ട് നഷ്ടം വരുമെന്ന് ഉറപ്പാണെന്ന് ആദർശേട്ടൻ പറയുന്നത്. നഷ്ടം വരുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി വെറുതെ സമയം കളയാൻ ആദർശേട്ടൻ ഇല്ലാത്തതുകൊണ്ട് എന്നോടത് ചെയ്യാൻ പറഞ്ഞത്. ഇവിടുത്തെ പ്രോജക്റ്റ് റേറ്റ് കുറച്ചാണ് എടുത്തതെന്നും അതുകൊണ്ട് മുൻപ് പറഞ്ഞ സബ് കോൺട്രാക്റ്റ് ഒന്നും ഇപ്പം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ആദർശനോട് പറഞ്ഞിരുന്നു. ആ, അക്കാര്യം കൂടി അമ്മാവനോട് പറയണമെന്ന് കരുതിയാ ഞാൻ വന്നത്. അതിൻ്റെ ഒപ്പം ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ നഷ്ടം കുറയ്ക്കാനുള്ള വഴികൾ കൂടി അമ്മാവൻ പറഞ്ഞു തരണം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. ശ്രദ്ധയോടെ ചെയ്താൽ വലിയ നഷ്ടമൊന്നും വരില്ല. ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ ഏറ്റെടുത്ത് വളർന്നവരല്ലേ. അതുകൊണ്ട് വലിയ വലിയ മത്സരങ്ങൾ നേരിട്ടാ പിടിച്ചു നിന്നത്. ഓരോ വർക്ക് ഏറ്റെടുക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ കുറച്ചെങ്കിലും ലാഭം ഉണ്ടാക്കാമെന്ന് എല്ലാ വഴികളിലൂടെയും ശ്രമിക്കും. ആ രീതിയിൽ നോക്കിയാൽ മീരയ്ക്ക് ഈ പ്രോജക്റ്റ് വലിയ നഷ്ടമൊന്നുമില്ലാതെ ചെയ്തു തീർക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണെന്ന് എല്ലാം കൂടെ പറഞ്ഞ് മോളെ ഞാനിപ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. പ്രോജക്റ്റ് തുടങ്ങി ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യണമെന്ന് അതാത് സമയത്ത് ഞാൻ പറഞ്ഞു തന്നോളാം. ആ, അത് മതി. ആദർശേട്ടൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് ഞാൻ ഒരുപാട് നഷ്ടം വരുത്തി വെക്കാൻ പാടില്ലല്ലോ. മോളെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ട അറിവുകൾ വേണ്ട സമയത്ത് തന്നെ എവിടെന്നെങ്കിലുമൊക്കെ വന്നു ചേരും. അതെ അമ്മാവ, എന്തായാലും പ്രോജക്റ്റ് ചെയ്തേ പറ്റൂ. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥനയോടെ തുടങ്ങാം. ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് നോക്കാം. ആ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ ഒരു ധൈര്യം മാത്രം മതി മോളെ. ഞാൻ ചെറിയ ചെറിയ കോൺട്രാക്ട് വർക്കുകൾ എടുത്ത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിരുന്നു. അത് മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് മാറി സ്വന്തമായി ഒരു വർക്കെടുത്ത് ചെയ്യാൻ എനിക്ക് വലിയ ടെൻഷനായിരുന്നു. മോളിപ്പോൾ പറയുന്ന പോലെ ഒറ്റയ്ക്കൊരു വർക്ക് മുഴുവനായിട്ട് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിവ് വേണം. സൈറ്റിൽ സൂപ്പർവൈസറായി മാത്രം നിൽക്കുമ്പോൾ നമുക്കത്ര അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ സുരക്ഷിതമായ ഒരു ജോലി ഉപേക്ഷിച്ച് അതുവരെ സ്വരുക്കൂട്ടിയതും കടം വാങ്ങിയതും ഒക്കെ ഇറക്കി പ്രോജക്റ്റ് ചെയ്ത് അതിന് നഷ്ടം വന്നാൽ ജീവിതം കൈവിട്ടു പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഈ കംഫർട്ട് സോൺ വിടാനുള്ള മടി അല്ലേ? അതെ. പക്ഷേ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തവർ എന്നും ഒരേ രീതിയിൽ തന്നെ ജീവിതം തള്ളി നീക്കേണ്ടി വരും. അമ്മാവൻ പറയുന്നത് ശരിയാ. എന്നാലും കൂടുതൽ മനുഷ്യരും അവരുടെ കംഫർട്ട് സോണിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അന്ന് ഞാനത് ഉപേക്ഷിച്ച്
ചെറിയ വർക്കുകളാണെങ്കിലും സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇന്നെനിക്ക് ചെറുതാണെങ്കിലും സ്വന്തമായ ഒരു കമ്പനി ഉണ്ടായത്. മോള് പറഞ്ഞതുപോലെ എൻ്റെ കമ്പനിയിൽ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ മാത്രം എടുത്ത് ഞാൻ വീണ്ടും ഒരു കംഫർട്ട് സോൺ കണ്ടെത്തി. അതിൽ നിന്നും പിന്നെ എനിക്ക് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. വലിയ പ്രോജക്റ്റുകളിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു. എന്തെങ്കിലും പറ്റിപ്പോയാൽ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവൂന്ന് പേടിച്ചുപോയി. പക്ഷെ ഇപ്പം എനിക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. വിശാലും വിദ്യയും അവരുടേതായിട്ടുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോവുകയല്ലേ. മീരമോളാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. അതൊക്കെ മതി ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ. എന്നാ ഞാൻ ചെല്ലട്ടെ അമ്മാവ, പ്രോജക്റ്റിന്റെ പ്ലാനൊക്കെ പോയി നോക്കണം. ശരി മോളെ, അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഉം. ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാ നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ശരി, ഞാൻ അയച്ചോളാം. എന്നാ പോയിട്ടോ.